ഹലോ, അസ്സാം വലൈക്കും. എന്തൊക്കെയാണ് നിങ്ങളുടെ വർത്താനൊക്കെ? ഞാൻ ഈദ് വ്ളോഗായിട്ടാട്ടോ വന്നിക്കണത്. നിങ്ങളുടെ ഈദൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ പള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ മുതലെടുത്ത വ്ളോഗാണിത്. ഞാൻ ആദൂനായിട്ട് പെരുന്നാളിന് പള്ളിക്ക് വന്നിട്ട് വിചാരിച്ച് ആദു എണീക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദൂനെ വീട്ടിലാക്കിയിട്ട് പള്ളിക്ക് പോവാം. ആദും നമ്മൾ വരുമ്പോഴേക്കും കുളിച്ച് റെഡിയായി സുന്ദരനായിട്ട് വെക്കും. ഇതായിട്ടെൻ്റെ ഡ്രസ്സ് പെരുന്നാൾ ഞാനൊരു പന്നിക്കിളിയാണ് ഗൈസ്. ഞാനൊരു കോട്ടൻ്റെ ചുരിദാറും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ അതിടാന്ന് വിചാരിച്ച് ഇതിൽ തന്നെ എടുക്കുന്നില്ല പറഞ്ഞു. മൈലാഞ്ചിയൊക്കെ ചുവന്നിട്ടുണ്ട്. ഈ മൈലാഞ്ചി ഞാൻ വാങ്ങിയിട്ട് ഏകദേശം നാല് മാസത്തിനടുത്ത് കഴിക്കുന്നുണ്ടാവും കേട്ടോ. പക്ഷെ ഞാൻ ചോക്കിലെന്ന് വിചാരിച്ച് ചുവന്നിട്ടുണ്ട്. സമയത്തുണ്ട് പള്ളി പോട്ടെ. ആദ്യം വീട്ടിലാക്കിയിട്ട് വേണം പള്ളിക്ക് പോയി ഇരിക്കാനാ പോണേ. ഇതിൻ്റെ ആവശ്യമല്ല, പക്ഷേ എനിക്ക് വീട്ടിൽ പോയിട്ട് കുറച്ച് മേക്കപ്പൊക്കെ ചെയ്ത് ഫോട്ടോ എടുത്തിട്ടാണ് കിട്ടാറ്. പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകണില്ല. പിന്നെ ഞാൻ നേരെ എൻ്റെ അമ്മമാരുടെ വീട്ടിൽ കേട്ടാ പോണേ. രാവിലാണ് വീട്ടിൽ പോകുന്നത്, പള്ളി കഴിഞ്ഞിട്ട്. ഓക്കെ, റെഡി ആവട്ടെ. ഞാൻ സമയമായി. ഞങ്ങളുടെ പള്ളിയിൽ നിസ്കാരം 7:30 കേട്ടോ. ഞാനൊരു 7 മണിയായ സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ആദൂനെ വീട്ടിലാക്കിയിട്ട് വേഗം ഞാൻ ഓടി പോയിട്ടുണ്ടായിരുന്നു പള്ളിക്ക്. ടൈമായിട്ടുണ്ടായിരുന്നു ഏകദേശം. നമ്മുടെ ഫിസൂനെയൊക്കെ കണ്ടില്ലേ? ഇവരുടെ ഈ പ്രായത്തിലൊക്കെ ഞാനും എൻ്റെ ഉപ്പാൻ്റെ കൂടെ പള്ളിക്ക് വരായിരുന്നു കേട്ടോ. ഞാൻ കഴിഞ്ഞ തവണ ആദൂനെ കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്തവണ ആദൂന് എണീക്കാൻ നല്ല മടി. അപ്പോൾ എന്തായാലും ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. പെരുന്നാളിന് പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ തന്നെ കറക്റ്റ് പെരുന്നാളിൻ്റെ ഫീൽ കിട്ടുള്ളൂ കേട്ടോ. ഇസു ഞങ്ങൾ കുത്തുബ കേൾക്കാൻ നിന്നിട്ടുണ്ടായിരുന്നില്ല. ഇസുവിന് അവളുടെ ഡ്രസ്സ് ചൊറിയണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വേഗം ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ കസിൻ്റെ വീടുണ്ട് കേട്ടോ, ഹരിസ്കാടെ വീട്. അപ്പോൾ അവിടെ പോയിട്ട് നമ്മളെ പായസമൊക്കെ കുടിച്ചു, കുട്ടീനെയൊക്കെ കണ്ട് പിന്നെ ഫോട്ടോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ച്. അപ്പോഴേക്കും അന്വർക്കാടെ പള്ളിയിലത്തെ നിസ്കാരം കഴിഞ്ഞ് അന്വർക്ക് ആദൂനെ കൂട്ടിക്കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവനെ വീട്ടിൽ പോയിട്ട് എൻ്റെ വണ്ടിയിലാണ് അവൻ്റെ ഡ്രസ്സൊക്കെ ഉള്ളത്. ടൈം ആയതുകൊണ്ട് ഞാൻ അവനെ മാത്രം ഇറക്കുകയും ചെയ്ത്. അപ്പോൾ വീട്ടിൽ പോയി ആദൂനെ ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ച് അവനെ പറഞ്ഞയച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പിന്നാലെ ഞാനും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് അന്വർക്കൊക്കെ കുറച്ച് ഫുഡൊക്കെ കഴിച്ച് ഞാൻ അങ്ങനെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു. ഈ ഡ്രസ്സിന് ശരിക്കും അത് ഫുൾ കൈ ആക്കിയിട്ടുണ്ടായിരുന്നു ഭംഗി. പക്ഷേ ആദു അത് കയറ്റി വയ്ക്കാം. അവനക്ക് അത്രയ്ക്ക് ഇഷ്ടമല്ല ഫുൾ കൈ ഇടുന്നത്. ആദുവിൻ്റെ വാപ്പാപ്പനെ കാണാൻ വേണ്ടിയിട്ട് ഖബർസ്ഥാനത്തേക്ക് പോകട്ടാ. അപ്പം അതിന് വിളിക്കാൻ വേണ്ടിയിട്ടാണ് അന്വർക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഫുഡ് കഴിക്കാൻ പോണേ. പത്തിരി ഡ്രസ്സ്. അയ്യേ, അത് മോഡൽ. അങ്ങനെ നേരെ ഞാൻ കാടൂർക്ക് വന്നു കേട്ടാ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ പണികൾ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ഫുഡ് ഉണ്ടാക്കലൊക്കെ ഉമ്മയാണ് ഉണ്ടാക്കണത്. ഞാൻ ജസ്റ്റ് അരിഞ്ഞു കൊടുക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മട്ടൻ ബിരിയാണിയാണ്. അന്വർക്കാരൻ്റെ ക്യാമ്പിൽ പിള്ളേർക്ക് വരുന്നുണ്ട്, ചെറിയ പിള്ളേർ. അപ്പോൾ അവർക്കുള്ള ഫുഡും ഉണ്ടാക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബിരിയാണിയൊക്കെ റെഡി ആയിട്ടാണ്. ഇപ്പോൾ റെഡി ആയപ്പോൾ ഞാൻ ജസ്റ്റ് ടേസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എടുത്തതാണ്. അന്വർക്ക് പള്ളിക്ക് പോയി കേട്ടാ. പിള്ളേരൊക്കെ വരണേ ഉള്ളൂ ക്യാമ്പിൻ്റെ ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ നമുക്ക് ടൈമുണ്ട്, കടന്നുറങ്ങട്ടെ. ഇന്നലെ തീരെ ഉറങ്ങിയിട്ടില്ല, അതുകൊണ്ട് തന്നെ വൈകിട്ട് എണീച്ച് 6 മണി ആ ഒരു ടൈം ആയപ്പോഴാണ് എണീച്ചത് കേട്ടോ. ഞാൻ അറിഞ്ഞില്ല. ഞാൻ 4 മണിക്ക് എണീച്ച് അങ്ങനെ കിടന്നുറങ്ങി. അങ്ങനെ ഇനി ഒരു അരമണിക്കൂർ കിട്ടിയാൽ ഉറങ്ങട്ടെ. നല്ല ഉറക്കം വരുന്നുണ്ട്. ഇങ്ങോട്ടൊക്കെ പറയേ. അന്നൂർക്ക് പിള്ളേരൊക്കെ വന്ന് പോയ ശേഷമാട്ടാ കഴിച്ചത്. ഇത് ഞാൻ കഴിക്കാൻ എനിക്ക് നല്ല ആവശ്യപ്പെട്ടായിരുന്നു. അപ്പോൾ എനിക്ക് കഴിക്കാൻ വേണ്ടി ഞാൻ കുറച്ചെടുത്ത് കഴിക്കായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് പിള്ളേരൊക്കെ വന്നത്. ആദൂന് പിന്നെ പിള്ളേരൊക്കെ വന്ന് ഭയങ്കര ഹാപ്പി ആട്ടാ. കൈ പിടിക്കാണ്ട് ചാട്. പിന്നെ എന്തിനു മേലെ കയറിയത്?
ഇവരായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ലാസ്റ്റ് ഇവരുടെ ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ അത് കഴിഞ്ഞതും ഇവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെരുന്നാൾ തലേന്ന് തീരെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വേഗം പോയി കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞ് ഒരു 5 മണി ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ വീട്ടിൽ പോയിട്ടാ സീബി ട്രിപ്പ് പോയി. ഞാനും ഉമ്മയും കൂടിയാണ് മഞ്ഞാടിക്ക് പോണത്. ഞാൻ ആദ്യമായിട്ടാണ് ഡബിൾസ് ഇത്രയും വലിയൊരാളിനെ ഉണ്ടാവുമെന്തോ. അസ്മിനെ എടുത്തിട്ടുണ്ട് കേട്ടോ എൻ്റെ ഫ്രണ്ടിനെ. അങ്ങനെ നമ്മൾ മമ്മാൻ്റെ വീടെത്തിയിട്ടാ മുത്തൂസിനെ കാണാൻ വേണ്ടിയിട്ട് കുറച്ച് വാപ്പപ്പാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത മെയിൻ താരം ഇവനാട്ടാ, എൻ്റെ കസിൻ അല്ല, എൻ്റെ ഉമ്മാൻ്റെ കസിനാണ്, എൻ്റെ മാമയാണ്. പക്ഷെ ഞങ്ങൾ ഭയങ്കര ക്ലോസ് ആട്ടോ, ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ഇതെൻ്റെ കുഞ്ഞുമ്മയാണ്. അപ്പോൾ അവർ പെരുന്നാളൊക്കെ ആയിട്ട് വന്നതാണ്. അവൻ ഗൾഫിലായിരുന്നു, ദുബായിലായിരുന്നു. അവൻ 2 ദിവസം മുന്നായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇതാണ് എൻ്റെ മാമ. പിന്നെ മാമ അതും ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അച്ഛനും ഷിബിലിയും പാടെ അല്ല, കുറച്ച് പേരൊക്കെ ആയിട്ട് ഒരു ട്രിപ്പ് പോകട്ടോ പെരുന്നാളായിട്ട് വാഗമണോ അങ്ങനെ എവിടെയൊക്കെ പോവുകയാണ് അവർ. അങ്ങനെ അവർ പോയി. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വന്നിട്ടത് ഇവിടെ അൽമുത്തീമുണ്ട്. അപ്പോൾ എൻ്റെ ഉമ്മാൻ്റെ അമ്മായി മുത്തൂസിൻ്റെ താത്തയാണ് കേട്ടോ. അപ്പോൾ അവരെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന താത്ത ഇതാണ്, മുത്തൂസിൻ്റെ താത്ത. പിന്നെ അത് കഴിഞ്ഞിട്ട് ഉമ്മാൻ്റെ മാമാൻ്റെ വീട്ടിൽ കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, അച്ഛലൂൻ്റെ വീട്ടിൽ. അങ്ങനെ അവിടേക്കൊക്കെ പോയിട്ട് എത്തിയിട്ടാ ആദ്യം കുളിച്ച് റെഡിയാക്കി മന്തി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു മാമ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങളൊന്ന് കിടന്നുറങ്ങി. പിന്നെ അത് കഴിഞ്ഞിട്ട് എനിക്ക് സബാനാക്കും കൂടെ ടൗണിലേക്കൊന്ന് പോകാനുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പുഡിങ് ഉണ്ടാക്കാമെന്ന് പ്ലാൻ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധനവും പിന്നെ അവൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ എക്സ്ട്രാ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പാടെ ഞങ്ങൾ ടൗണിലേക്കൊക്കെ പോയി വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓപ്പൺ ദ ഡോർ. വലുതല്ലത് അവിടെ അവിടെ അതെ, ആ ചെറുതിന് ഇതിന് എത്രയാ? മിൽക്ക് മെയ്ഡ്. നൂഡിൽസ് ഉണ്ടാക്കിയാലോ നമുക്ക്? വേണ സബാന സോപ്പ് എടുത്തുട്ട പോയിട്ട് കുട്ടികളുടെ സ്കിന്നിൻ്റെ ചർമ്മത്തിൻ്റെ എന്താണ് പറയാ, ആരോഗ്യത്തിന് വേണ്ടി സബാന നല്ല ഫ്ലേവേർഡ് സോപ്പ്. ഇതൊക്കെ ഞങ്ങൾ കുറച്ച് നേരത്തെ വാങ്ങിയുള്ളൂ. പക്ഷെ അത് നോർമൽ ഹിമാലയ സോപ്പ് കേട്ടോ. എന്താണ് ഫേസ് വാഷോ? ഏതാ? ഞാൻ ഇന്നലെ നോക്കിയപ്പോൾ കിട്ടിയില്ല, ഞാൻ മറന്നു. പിന്നെ നോക്കണമെന്ന് വിചാരിച്ചിട്ട്. Rupees credited to your Bank of Baroda account. ഞങ്ങൾ വരുന്ന വഴിയിലൊരു അമ്പലമുണ്ട്. ആ അമ്പലത്തിൽ വേലയിട്ടാ. അപ്പോൾ ഞങ്ങൾ പോകുന്ന ടൈമിലും ഓരോരുത്തരും ഇങ്ങനെ വേല കൊണ്ടുപോണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ വരുന്ന ടൈമിൽ ഏകദേശം ഒരു 5:30 കഴിഞ്ഞു 6 മണി ആ ഒരു ടൈമൊക്കെ ആയതുകൊണ്ട് നല്ലോണം വേലയും തിരക്കൊക്കെ ഉണ്ടായിരുന്നു. 2-3 വേല ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീടെത്തി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വ്ളോഗിൽ കാണാം. എൻ്റെ വ്ളോഗ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ബൈ.